കണ്ണൂരിൽ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസ് പരിസരത്തെ സീ വ്യൂ പാർക്കിൽ സ്ഥാപിച്ച പുതിയ ശിലാഫലകം വിവാദമാകുന്നു. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റി മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകം വെച്ചതാണ് കാരണം. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സീ പാത്ത് വേ പയ്യാമ്പലം, അവിടെയാണ് എൻ്റെ വലതുവശത്ത് ഒരു ശിലാഫലകം കാണാം, ഇടതുവശത്ത് ഒരു ശിലാഫലകം കാണാം. ഇത് 2015 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ശിലാഫലകം ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഇപ്പോൾ ശിലാഫലകം സ്ഥാപിച്ച ഇതേ സ്ഥലത്താണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആക്ഷേപമായി ഇപ്പോൾ ഉന്നയിക്കുന്നത്. പരാതിയും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിവാദത്തിൻ്റെ അല്ലെങ്കിൽ ഈ പരാതിക്കൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം 2015 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കണ്ണൂർ പയ്യാമ്പലത്തെ സീ പാത്ത് വേയുടെ ശിലാഫലകമാണ് ഈ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഈ പറയുന്ന ശിലാഫലകം ഇവിടെ നിന്ന് അടർത്തി മാറ്റി. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ശിലാഫലകം ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ആൾ കാണാത്ത, അതായത് ഈ മതിലിന് പുറകിലേക്ക് മാറ്റി വെക്കുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് 2022 മാർച്ച് മാസം, അതായത് സീ പാത്ത് വേ ആൻഡ് സീ വ്യൂ പാർക്ക് നവീകരിക്കപ്പെട്ട പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ശിലാഫലകം നേരത്തെ ഉണ്ടായിരുന്ന 2015 ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ ശിലാഫലകം ഉണ്ടായിരുന്ന സ്ഥലത്ത് മാറ്റി പകരം പുതിയൊരു ശിലാഫലകം സ്ഥാപിച്ചു എന്നുള്ളതാണ് പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, കോൺഗ്രസ് DCC പ്രസിഡന്റും അതുപോലെ തന്നെ DCCയുടെ ഭാരവാഹികളുമൊക്കെ ഇന്നലെ ഇവിടത്തേക്ക് എത്തുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്തതാണ്. അവർ പറയുന്നത് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ UDF സർക്കാരുകളുടെ വികസന നേട്ടങ്ങളുടെയും ക്രെഡിറ്റ് പുതിയ സർക്കാർ LDF സർക്കാർ ഏറ്റെടുക്കുന്നത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനം. മറ്റൊരു പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരാതി ആയിട്ടുണ്ട്. ഈ ടൂറിസം വകുപ്പിൻ്റെ സെക്രട്ടറിക്ക് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. ഈ ശിലാഫലകത്തിലെ പേരുമാറ്റമാണ് ഇപ്പോൾ കണ്ണൂരിലെ ചർച്ചാ വിഷയം.